അപ്പോൾ ഇതാ രാവിലെ തന്നെ ഐഷയാണ് ടൈറാകും മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നത്. ഞാൻ തിരക്ക് പിടിച്ച് റെഡിയാവുകയാണ്. ഇന്നത്തെ മക്കളുടെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർത്ത് ഒരു 10 മണിയാകുമ്പോഴേക്കും നമുക്ക് സ്കൂളിലെത്തണം. അപ്പോൾ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് മക്കൾക്ക് ചായയൊക്കെ കൊടുത്ത് കുളിച്ച് റെഡി ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പണിയും കഴിച്ച് വെച്ച് പോയാലൊരു സമാധാനമാണ്. പിന്നെ ഉച്ചയ്ക്ക് മക്കളെ കൂട്ടിയിട്ട് വേണം കേട്ടോ നമുക്ക് തിരിച്ച് വരാനായിട്ടും. അപ്പോൾ ഇതാ വേഗം തന്നെ ഞാൻ റെഡിയായി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ 2 മാസം രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു വീട്ടിലൊരു ഒച്ചയും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഇന്ന് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതാ രണ്ടുപേരെയും കൊണ്ടുപോയി ആദ്യം ഫസ്റ്റ് ഐഷാനെയാണ് ആക്കിയത്. ഐഷയുടെ സ്കൂളിലേക്ക് ആക്കി. അപ്പോൾ അവൾ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോൾ അവൾ പിന്നെ തനിയെ അങ്ങോട്ട് ക്ലാസ്സിലേക്ക് പോയിട്ടാ. അവൾ പിന്നെ വലുതായതുകൊണ്ട് നമ്മൾ കൂടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ വന്നത് ഐറയുടെ സ്കൂളിലേക്കാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴേക്കും അത്യാവശ്യം പാരൻസും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ആ സ്കൂളിൻ്റെ ക്ലാസ്സുകളുടെ ഫ്രണ്ടിലായിട്ട് ഇതേമാതിരി ചെറുതായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ക്ലാസ് ഒക്കെ മുകളിലെ ബിൽഡിങ്ങിലാണെന്ന്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ക്ലാസ്സിൽ കഴിഞ്ഞോളം ഉണ്ടായിരുന്ന കുട്ടികളും ഒക്കെ അവരുടെ പാരൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കറക്റ്റ് ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇട്ടത് വൈഷ്ണിമ. ഐറാനെ കണ്ടപ്പോഴേക്കും വേഗം വന്ന് അവളുടെ അടുത്തേക്ക് ഇരുന്ന് പിന്നെ അവൾ പുതിയ ബാഗും ബോക്സൊക്കെ കാണിച്ചു കൊടുക്കലായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോഴേക്കും നല്ലൊരു മഴയും പെയ്ത് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ ലഡു വിതരണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മക്കൾക്കും കുട്ടികൾക്കും പാരൻസിനും എല്ലാവർക്കും ലഡു ഒക്കെ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ നമുക്കും കിട്ടിയിട്ടാണ്. അങ്ങനെ ഓരോ ലഡുവും ഒക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ കുറേ ടൈം ഇരുന്നിട്ടാണ് ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഐറാനെയും വിളിച്ച് നേരെ ഐഷയുടെ സ്കൂളിലേക്ക് പോയിട്ടാണ്. ഇനിയിപ്പോൾ ഐഷയുടെയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെയും കൂടെ കൂട്ടി നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ സീ യു.